ഇന്നലെ അനൂപും ബാലോപാലുമൊക്കെ സരയൂ തീരത്ത് അവിടെ ഏറെ സമയം ചെലവിട്ടതാണ്. അവിടുത്തെ ആരതിയുടെ കാഴ്ചകളൊക്കെ കാണിച്ചതാണ്. ഇന്നലെ മുതൽ ഇങ്ങോട്ട് ഇന്നലെ രാത്രി അയോധ്യ ഉറങ്ങിയിട്ടുണ്ടാകില്ല. ഇപ്പോഴത്തെ ഒരു തിരക്ക് എങ്ങനെയാണ്? ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ ക്ഷണിതാക്കളായിട്ട് എത്തുന്നവർക്ക് എത്രയോ ഇരട്ടി ആളുകൾ അല്ലാതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ? നിമിഷ് പറഞ്ഞ പോലെ വലിയ ആൾക്കൂട്ടവും തിരക്കും ആഘോഷവും എല്ലാമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അയോധ്യയിൽ കാണാൻ ഞങ്ങൾക്ക് പറ്റിയത്. പക്ഷേ ഇന്ന് ഈ അയോധ്യയിലെ പ്രധാനപ്പെട്ട വഴികളിലേക്കൊന്നും അധികം ആളുകളെ കടത്തിവിടുന്നില്ല. പ്രത്യേകിച്ച് വാഹനങ്ങൾ കടത്തിവിടുന്നില്ല, ആളുകളെയും കടത്തിവിടുന്നില്ല. ഈ ബാലഗോപാൽ നിന്ന് സംസാരിച്ച രാജ്പഥിന് തൊട്ടടുത്തുള്ള റോഡിലാണ് ഞാനുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം. ഇവിടെ ഈ റോഡിലൂടെ VIP-കൾക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ കൂടുതൽ ആളുകൾ ഇവിടേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. റോഡിന് ഇരുവശത്തും നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ കലാപരിപാടികൾ നടക്കുന്നുണ്ട്. 100 ഇടത്താണ് ഇങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആളുകൾ കലാപ്രകടനങ്ങൾ അവതരിപ്പിക്കുന്നത്. ഈ വഴിയിലൂടെ വാഹനം കൊണ്ടുപോകാൻ അനുമതിയുള്ളത് ക്ഷണം ലഭിച്ച് അയോധ്യയിലേക്ക് എത്തിയ ആളുകൾക്ക് മാത്രമാണ്. അതല്ലാത്ത ആളുകളെ ഈ റോഡ് കടന്ന് അപ്പുറത്തെ റോഡിലേക്ക്, അതായത് രാംപഥിലേക്ക് കടന്നു പോകാൻ അനുവദിക്കുന്നില്ല. എന്തായാലും വലിയ ആൾത്തിരക്ക് ഇന്നലെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നും ആ ആൾത്തിരക്കുണ്ട്. പക്ഷേ ക്ഷേത്രത്തിന് ഏതാണ്ട് 2 കിലോമീറ്റർ പരിധിയിലേക്ക് ആളുകളെ കടന്നു പോകാൻ അനുവദിക്കുന്നില്ല. ക്ഷണം ലഭിച്ച പാസുള്ള ആളുകൾക്ക് മാത്രമാണ് പ്രവേശനമുള്ളത്. എന്തായാലും ഉത്സവ അന്തരീക്ഷത്തിലാണ് അയോധ്യ ഉള്ളത് എന്ന് പറയാം. ശരി, അനൂപുമാണ് അയോധ്യയിൽ നിന്ന് വിവരങ്ങൾ നൽകുക. ഇരുവരും